വ്യത്യസ്തമായ രുചിയുള്ള ഒരു പടവലങ്ങ തോരൻ്റെ റെസിപ്പിയാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് വന്നതിന് ശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഇതിൽ പച്ചമുളക് മാത്രമാണ് എരിവിനായി ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് പച്ചമുളക് കുറച്ചധികം കൂടി ഇടണേ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പടവലങ്ങ ചെറുതായി അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 2 കഷ്ണം ശർക്കരയാണ് ഇടുന്നത്. അത് എന്തായാലും ചേർക്കണം കേട്ടോ. പിന്നെ പടവലങ്ങ വേവുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ പടവലങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ തേങ്ങ കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പടവലങ്ങയും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ എന്തായാലും ചേർക്കണം കേട്ടോ. ഇതാണ് ഈ തോരനെ വ്യത്യസ്തമാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.